ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഗെയിമിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഓൾറെഡി ഞാൻ സൂപ്പർ ചാമ്പ്സിൻ്റെ എയർ ഡ്രോപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗെയിമിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാമെന്നുള്ളത്. സോ അത് കഴിഞ്ഞിട്ട് കുറച്ചേറെ നാളായി, കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടാൻ ഇത്രയും ഡിലേ ആയിപ്പോയത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് സൂപ്പർ ചാമ്പ്സിൻ്റെ റാക്കറ്റ് റാമ്പേജ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഇതൊരു ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. അതേപോലെ തന്നെ പ്ലേ ടു ഏൺ ഗെയിമുമാണ്. പ്ലേ ടു ഏൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ചാലുടൻ നമുക്ക് ക്യാഷ് കിട്ടുന്ന ഗെയിം അല്ല. ഇതിൻ്റെ ഒരു എയർ ഡ്രോപ്പ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഗെയിം കളിക്കും തോറും ക്യാമ്പയിൻ്റെ പോയിൻറ്റ്സ് നമുക്ക് കൂടും. ആ ഒരു പോയിൻറ്റ്സ് ആയിരിക്കും ഭാവിയിൽ ഇത് ലിസ്റ്റ് ആവുമ്പോൾ കൺവേർട്ടായിട്ട് എയർ ഡ്രോപ്പ് ആക്കി നമുക്ക് കൈ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതൊരു സിമ്പിൾ ഗെയിമാണ്. ഗെയിമിൽ നിന്നും ഒട്ടും താല്പര്യമില്ലാത്തവർക്ക് പോലും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സിമ്പിൾ ഗെയിം തന്നെയാണ്. ആക്ച്വലി ഇതൊരു ടെന്നീസ് ഗെയിമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് എന്നുള്ളത് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ കയറി റാക്കറ്റ് റാമ്പേജ് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. ദെൻ നമുക്ക് ആ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം, എന്നിട്ട് നമുക്ക് കളിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലേ കൊടുക്കുക. പ്ലേ കൊടുക്കുമ്പോഴത്തേക്ക് ഗെയിമിലേക്ക് എൻ്റർ ആവും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ റാക്കറ്റ് റാമ്പേജിൻ്റെ എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഗെയിം കളിച്ചതുകൊണ്ട് കാര്യമുള്ളൂ. സോ അത് ചെയ്യാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് കയറി ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്, പ്ലേ ആസ് ഗസ്റ്റും ലോഗിനും. ലോഗിൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് ട്യൂട്ടോറിയൽ വീഡിയോ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്ലേ ആസ് ഗസ്റ്റ് കൊടുക്കുകയാണ്. നിങ്ങൾ ലോഗിൻ ചെയ്ത് തന്നെ കയറുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പോയിൻറ്റ്സ് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗെയിമിലേക്ക് എൻ്റർ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഇവരൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കാണിക്കുന്നത്, എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരുവാണ്. അപ്പോൾ അവർ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ബോള് നമ്മുടെ ബാറ്റിൽ തട്ടി അങ്ങ് പൊക്കോളും. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് പോലെ അവരവരുടെ ഹാൻഡ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ രണ്ട് തരത്തിലുള്ള ഷോട്ടാണ് ഉള്ളത്. ലോങ് സ്വൈപ്പും ചെയ്തുകൊണ്ട് നമുക്ക് ഷോട്ട് അടിക്കാം, അതേപോലെ തന്നെ ഷോർട്ട് സ്വൈപ്പും ചെയ്തുകൊണ്ട് ഷോട്ട് അടിക്കാം. അപ്പോൾ ലോങ് സ്വൈപ്പ് എന്ന് പറയുമ്പം ഫോർവേഡ് ഡയറക്ഷനിൽ മുമ്പോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്നതാണ് ലോങ് സ്വൈപ്പ്. ഷോർട്ട് സ്വൈപ്പ് എന്ന് പറയുമ്പം ബാക്ക്വേർഡ് ഡയറക്ഷനാണ് നമ്മൾ സ്വൈപ്പ് ചെയ്യാൻ, ഇങ്ങനെ ബാക്കിലോട്ട് ഇതുപോലെ ഇങ്ങനെ ബാക്കിലോട്ട് സ്വൈപ്പ് ചെയ്യണം, എങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ, അതായത് ഷോർട്ട് സ്വൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ രണ്ട് തരത്തിലുള്ള സ്വൈപ്പ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവർ കാണിക്കുന്ന ഈ ഒരു ഷെയ്ഡഡ് പോർഷനിലേ നമ്മൾ അടിക്കാവുള്ളൂ, അല്ലാതുള്ള പോർഷനിൽ നമ്മൾ നമ്മുടെ ബോള് കൊള്ളരുത്. സോ അതാണ് ഗെയിം എന്ന് പറയുന്നത്. രണ്ട് സൈഡിലായിട്ട് രണ്ട് വൈറ്റ് മാർക്കിംഗ് ഉണ്ട്. ഈ ഒരു രണ്ട് വൈറ്റ് മാർക്കിങ്ങിന് അപ്പുറം ബോൾ തട്ടിപ്പോവരുത്. ഓക്കെ, വൈറ്റ് മാർക്കിങ്ങിന് അപ്പുറം ബോൾ പോകാം, പക്ഷേ അവിടെ തട്ടിയിട്ട് പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഔട്ടായിരിക്കും. അപ്പം ഇതെല്ലാം നമ്മൾ ഷോർട്ട് സ്വൈപ്പാണ് ചെയ്യുന്നത്, കണ്ടോ. അപ്പോൾ ഇങ്ങനെ ആണ് നമ്മൾ ഗെയിം കളിക്കേണ്ടത്. നമ്മുടെ ഒപ്പോണൻറ്റിനെ കൊണ്ട് നമ്മൾ അടിക്കാൻ സമ്മതിക്കരുത്, അതാണ് ഗെയിം. എങ്കിൽ മാത്രമേ നമുക്ക് പോയിൻറ്റ്സ് കിട്ടുള്ളൂ. അയാൾ അടിക്കാനും പാടില്ല, എന്നാൽ നമ്മൾ ഔട്ടാവാതെ നോക്കണം. ഔട്ടാവുന്ന ഏതൊക്കെ കേസുകളിലാണെന്ന് പറഞ്ഞാൽ, ഒന്ന് നെറ്റിൽ കൊള്ളുമ്പോൾ രണ്ട് സൈഡിലുള്ള ആ ഒരു വൈറ്റ് ലൈൻസ് കണ്ടോ, ഈ ഒരു ലൈൻസിന് അപ്പുറം ബോള് തട്ടി ബൗൺസ് ആയി പോവുകയാണെങ്കിലും നമുക്ക് ഒരു പോയിൻ്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കവിടെ വിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ട്യൂട്ടോറിയലാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇത് ടാപ്പ് ഓൺ ദ കോർട്ട് ടു മൂവ് യുവർ സൂപ്പർ ചാമ്പ്, അതായത് നമ്മുടെ കളിക്കാരനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഒരു കോർട്ടിൽ ടാപ്പ് ചെയ്യാം. നമ്മുടെ ആ ഒരു കോർട്ടിൽ ടാപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങും. ഓക്കെ, നമുക്ക് പൊസിഷൻ മാറി നിൽക്കാൻ പറ്റും, അതാണ്. അപ്പം ഏകദേശം ട്യൂട്ടോറിയൽ വീഡിയോ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രാക്ടീസ് മാച്ചാണ്, നമുക്ക് മാച്ച് തുടങ്ങാം. സോ ഇതൊരു ഓൺലൈൻ ഗെയിമാണ്, ഓൺലൈനായിട്ട് നമുക്ക് കളിക്കാം, അല്ലാതെ ഉണ്ട്. സോ ഇതിപ്പോൾ കാണിക്കുന്ന ഓൺലൈനാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ടേൺ ആണ്. അപ്പോൾ നമ്മുടെ ടേൺ കളിക്കുമ്പം അവർ തന്നിരിക്കുന്ന ആ ഒരു ബോക്സ്, ആ ഒരു ഷെയ്ഡഡ് ബോക്സിൽ വേണം നമ്മൾ ഫസ്റ്റ് ബോൾ അടിക്കാനായിട്ട്. ഇപ്പം അയാൾ ഔട്ടായിട്ടുണ്ട്, കാരണം അത് നെറ്റിൽ കൊണ്ടിട്ടുണ്ട്. ഇനി ഒപ്പോണൻറ്റിൻ്റെ ചാൻസ് ആണ്. ഈ ഒരു ഷെയ്ഡഡ് പോർഷനിൽ വേണം ഒപ്പോണൻറ്റ് അടിക്കാൻ, കണ്ടോ. അപ്പോൾ നമ്മൾ ഒപ്പോണൻറ്റിനെ അടിക്കാൻ സമ്മതിക്കരുത്, അതാണ് നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ കളിക്കുന്നുണ്ട്.
ഉണ്ടോ, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി വന്ന് എൻ്റെ ബോൾ അടിക്കുക, അതായത് ഞാൻ അടിക്കുന്ന ബോൾ അവർ അതിനെ തിരിച്ചടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതെ ഇത്തവണ അയാൾക്ക് മിസ്സായി ആൻഡ് എനിക്ക് 3 പോയിൻ്റ് കിട്ടി, ഞാൻ ജയിച്ചു, വിന്നായി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗെയിം കളിക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് പ്രാക്ടീസ് ലെവലൊക്കെ ആയതുകൊണ്ടായിരിക്കും 3 പോയിൻറ്റ്സ് കാണിക്കുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ 5 പോയിൻറ്റ്സ് 6 പോയിൻറ്റ്സ് ഇതൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കാണാം. സിമ്പിളായിട്ടുള്ളൊരു ഗെയിമാണ്, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല, നമുക്ക് ഈസി ആയിട്ട് കളിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് സ്റ്റോറി എടുക്കുവാണെങ്കിൽ ഇവിടെ ചാപ്റ്റർ ആണ്, 2 ചാപ്റ്ററാണുള്ളത്, ചാപ്റ്റർ 1 ചാപ്റ്റർ 2. അപ്പോൾ ചാപ്റ്റർ 1 ആദ്യത്തേത് നമുക്ക് എടുക്കാം. ഈ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് വെച്ചായിരിക്കും നമുക്ക് ഗിയർ കിട്ടുക. ഗിയർ എന്ന് വെച്ചാൽ എക്യുപ്മെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് കളിക്കാനുള്ള ബാറ്റ് കിട്ടുന്നത്, പുതിയ ബാറ്റ്, അതേപോലെ തന്നെ ഡ്രസ്സ്, പുതിയ കോട്ടും സൂട്ടും ഒക്കെ, ഇങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മളിവിടെ ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗിയർ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റോറി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഈ സ്റ്റോറിയിൽ ഓരോ സ്റ്റോറിയിലും നമുക്ക് ഓരോ ഒപ്പോണൻറ്റിനെ തരും. ഈ ഒരു ഒപ്പോണൻറ്റിനെ നമ്മൾ തോൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, നമ്മുടെ ഒപ്പോണൻറ്റ് ഇവിടെ നെറ്റിൽ കൊണ്ടിട്ട് ഔട്ടായിരിക്കുകയാണ്. അപ്പം ഒപ്പോണൻറ്റ് ഔട്ട് ആവുകയാണെങ്കിൽ നമുക്ക് പോയിൻ്റ് കിട്ടും, നമ്മൾ ഔട്ട് ആവുകയാണെങ്കിൽ ആ പോയിൻ്റ് ആ ഒപ്പോണൻറ്റിന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ടാക്റ്റിക് മൂവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ നമ്മുടെ ഒപ്പോണൻറ്റിനെ നമ്മൾ 3-4 വട്ടം ഒരേ സൈഡിൽ തന്നെ നമ്മളിങ്ങനെ അടിക്കുക. അപ്പോൾ അടിക്കുമ്പം 3-4 വട്ടമായിട്ട് അടി വീഴുമ്പോഴത്തേക്കും ആ സൈഡിൽ തന്നെ ആയിരിക്കും പുള്ളി ഫോക്കസ് ചെയ്ത് നിൽക്കുക ഒപ്പോണൻറ്റ്. അപ്പോൾ ഇപ്പോൾ 3 വട്ടം ഞാൻ ഒരു സൈഡിൽ അയച്ചു. ഇപ്പോൾ ലെഫ്റ്റ് കോർണറിലാണെങ്കിൽ ലെഫ്റ്റ് കോർണറിൽ 3 വട്ടം അടിക്കുമ്പം ഈ 3 വട്ടവും പുള്ളി ഓടി വന്ന് എവിടെ നിൽക്കും? ലെഫ്റ്റ് കോർണറിൽ നിൽക്കും. 4-മത്തെ വട്ടം ഞാൻ എന്ത് ചെയ്യും? റൈറ്റ് കോർണറിലേക്ക് അടിക്കും. അപ്പം ഈ 3 വട്ടം ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ പുള്ളി എന്തായിരിക്കും കരുതുക? ഒപ്പോണൻറ്റ് എന്തായിരിക്കും കരുതുക? ഇവിടെ ആണ് ഞാൻ അടുത്ത് അടിക്കാൻ പോകുന്നതെന്ന് കരുതി അവിടെ തന്നെ നിൽക്കും. ആൻഡ് ഞാൻ 4-മത്തെ വട്ടം റൈറ്റിലേക്ക് അടിക്കുമ്പോഴത്തേക്കും പുള്ളിക്ക് ഓടി അവിടം വരെ എത്താനുള്ള ഒരു ചാൻസ് കിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു തന്ത്രം അതാണ്. ഞാൻ അങ്ങനെയാണ് ഗെയിം കളിച്ച് സ്കോർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഊഴമാണ്. ഓക്കേ, കേട്ടോ, നമ്മൾ ഏത് സൈഡിലോട്ടാണോ അടിക്കുന്നത് ആ സൈഡിലോട്ട് പുള്ളി അനങ്ങി വരും. ഓക്കെ, പുള്ളി തന്നെ ഔട്ടായി തന്ന്. ഇവിടെ നമുക്ക് 5 പോയിൻ്റാണ് കിട്ടിയത്, 5 പോയിൻ്റാണ് കിട്ടിയത്. ഈ 5 പോയിൻ്റ് വെച്ചിട്ടാണ്, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഫസ്റ്റ് പ്രാക്ടീസ് ടൈമിൽ മാത്രമേ ഉള്ളൂ 3 പോയിൻറ്റ്സ് എടുക്കുക എന്നുള്ളത്. അത് കഴിയുമ്പോൾ അങ്ങോട്ട് 5 പോയിൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ പുള്ളി സങ്കടം പറയുകയാണ്, കണ്ടു. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ചെസ്റ്റ് ഓപ്പണായി വരുന്നുണ്ട്. ചെസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു പെട്ടി. ഈ ഒരു ബോക്സ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റിക്കേഴ്സ് കിട്ടും. ഈ ഒരു സ്റ്റിക്കേഴ്സ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചാമ്പ്സിനെ, അതായത് നമ്മുടെ കളിക്കാരൻ പുള്ളിനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ആയുധം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു എന്താണ് സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇത്ര സ്റ്റിക്കേഴ്സ് വേണം, ഇത്ര കോയിൻസ് വേണം ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയും. അപ്പോൾ നമുക്ക് കയ്യിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ പണിക്കൊന്നും പോകണ്ട. നമ്മൾ ഗെയിം കളിക്കുക. ഗെയിം കളിച്ച് നേടുന്നതിലൂടെ നമുക്ക് ചെസ്റ്റുകളും അതേപോലെ പലതരത്തിലുള്ള ചെസ്റ്റ് ഉണ്ട് കേട്ടോ. ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, അങ്ങനെ 3 തരത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റോറീസ് എല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ ചെസ്റ്റുകൾ ഓപ്പൺ ആയി വരും. അതിനകത്ത് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ മീ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 100 പോയിൻറ്റ്സ് ക്ലെയിം ചെയ്യാൻ കിട്ടും. അതുപോലെ തന്നെ സ്പിൻ ചെയ്യാനും കിട്ടും. അപ്പോൾ ക്ലെയിം ചെയ്യുന്നത് 100 പോയിൻറ്റ്സ് ക്ലെയിം ചെയ്യുന്നത് 3 hours കൂടുമ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതേ ഉള്ളൂ. സ്പിൻ ചെയ്യുന്നത് ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യണമെങ്കിൽ അവരുടെ ഒരു ആഡ് കാണണം. അപ്പോൾ എന്നെപ്പോലെ ആഡ് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ അവരുടെ ഒരു 10 രൂപ നോട്ടുണ്ട്, അതിന് നോട്ട് കൊടുത്താൽ മതി, നമുക്കത് സ്പിൻ ചെയ്ത് കിട്ടും. ആ ഒരു നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗെയിം കളിക്കുമ്പോൾ തന്നെ ഓരോ ചെസ്റ്റ് ഓപ്പണായി വരുമ്പോഴൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, 50 രൂപ നോട്ട് അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്തുനിന്ന് 10 രൂപ വെച്ച് നമുക്ക് കൊടുത്ത് സ്പിൻ ചെയ്താൽ മതി. അപ്പം ഞാനതാണ് ചെയ്യാറ്. ഞാൻ വീഡിയോ ഒന്നും കാണത്തില്ല, അതായത് ആഡൊന്നും കാണത്തില്ല. അപ്പം എനിക്ക് ആഡ് കാണുന്ന ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. ഇനി നിങ്ങളെ കാണിക്കാനായിട്ട് ഞാനൊരു ഗിയർ ഇവിടെ കാണിച്ചു തരാം. ഞാൻ ഓപ്പൺ ചെയ്തൊരു ഗിയറാണ്.
അപ്പോൾ ഇത് സ്മാഷ് ഡ്രാഗൺ റാക്കറ്റാണ്. അതായത് നമ്മുടെ ടെന്നീസ് ബാറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ബാറ്റാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഇതൊരു ഡ്രാഗൻ്റെ തീമാണ് വരുന്നത്. ആക്ച്വലി എൻ്റെ പേഴ്സണൽ ഫേവററ്റ് സാധനമാണ് ഡ്രാഗൻ്റെ ഈ ഒരു തീം വരുന്നത് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഡ്രാഗൻ്റെ തീം വരുന്ന ഒരു എന്താണ് കോട്ടും സൂട്ടും അതേപോലെ തന്നെ കാലിടുന്ന ബൂട്ടും ഒക്കെ ഉണ്ട്, ബാറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതേ ഇവിടെ ലെവലപ്പ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട് കണ്ടോ. നമ്മൾ കളിച്ച് ഫുൾ സ്റ്റാർ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലെവലപ്പ് ചെയ്യാം. അപ്പോൾ അപ്ഗ്രേഡ് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ സൂപ്പർ ചാമ്പ്സിൻ്റെ എയർ ഡ്രോപ്പ് സൈറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഓരോരോ ടാസ്കുകൾ അവർ പറയും. ഈ ടാസ്ക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ വെറുതെ കളിച്ചത് കൊണ്ട് കാര്യമില്ല. അവർ പറയുന്ന പോലെ ഗിയർ കളക്ട് ചെയ്യണം. അതേപോലെ ഇതാണ്ട് ഇത് ക്രിറ്റ് ഷോട്ടാണ്. ക്രിറ്റ് ഷോട്ട് എടുക്കുകയാണെങ്കിൽ ക്രിറ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തൊരു മിന്നൽ പോലെ ഒരു ഷോട്ട് പോകുന്ന കണ്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഷോട്ടാണ്. അങ്ങനത്തെ ഷോട്ടൊക്കെ നമ്മൾ എടുക്കും തോറും നമുക്ക് പോയിൻറ്റ്സ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇതെല്ലാം അവർ പറഞ്ഞിരിക്കുന്ന പോലെ നോർമൽ PvP കളിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അവർ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഗെയിം കളിക്കുകയാണെങ്കിൽ നമുക്ക് പോയിൻറ്റ്സ് കൂടുതൽ കിട്ടും. അപ്പോൾ ഗെയിം കളിക്കുന്നത് കൂടാതെയുള്ള ടാസ്കുകളും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡിസ്കോഡിലുള്ള ടാസ്ക് ആണെങ്കിലും ശരി, ട്വിറ്ററിൽ അവരുടെ പോസ്റ്റുകൾ റീപോസ്റ്റ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടാസ്ക് കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനപ്പോൾ ഇത് എൻ്റെ അക്കൗണ്ടിൽ കളിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ചാമ്പിന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫേവറേറ്റാണ് ഈ ഒരു ഡ്രാഗൺ തീം. അപ്പോൾ അതിൻ്റെ തന്നെ ബാറ്റ്, കോട്ടും സൂട്ടൊക്കെ ഒരു ഡ്രസ്സും പിന്നെ രണ്ട് ബൂട്ട് കണ്ടോ കാലിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടേതായ ഞാൻ ഗിയറോട് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഗിയേഴ്സ്. അപ്പം തലയിലിടുന്ന ഹെൽമെറ്റ് തൊട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ എക്യുപ്മെൻറ്റ്സും ധരിച്ചുകൊണ്ട് കളിക്കുക. അതേപോലെ തന്നെ നമുക്ക് പുതിയ ക്യാരക്ടേഴ്സിനെ കിട്ടും നമ്മുടെ ലെവൽ അപ്പ് ആവുന്നതിനനുസരിച്ച്. അപ്പോൾ ഇതെനിക്ക് കിട്ടിയ 2 ക്യാരക്ടറാണ്. 2 തരമുണ്ട്. ഓൾറൗണ്ടറും ഉണ്ട്, അതേപോലെ തന്നെ ഷാർപ്പ് ഷൂട്ടർ. ഈ പെൺകുട്ടിയെ കണ്ടോ, ഇത് ഷാർപ്പ് ഷൂട്ടറാണ്, റെയറാണ്. മറ്റേ 2ഉം കോമൺ ആണ്. അപ്പോൾ നമുക്ക് ഓരോ ടാസ്ക് ഉണ്ട്. ഓൾറൗണ്ടറിനെ കൊണ്ട് കളിക്കുക, ഷാർപ്പ് ഷൂട്ടറിനെ കൊണ്ട് കളിക്കുക എന്നും പറഞ്ഞിട്ട് നമ്മുടെ സൂപ്പർ ചാമ്പ്സിൻ്റെ ഒരു സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് കാണാം എയർ ഡ്രോപ്പിൻ്റെ സൈഡിൽ. അപ്പോൾ അതുപോലെ ടാസ്കിനനുസരിച്ച് വേണം കളിക്കാൻ. അപ്പോൾ അതാണ് ഞാൻ ഓൾറൗണ്ടറിനെ എടുത്ത് വെച്ച് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ചാപ്റ്റർ 2 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ 2 വരെ ഉള്ളൂ. ഇതെല്ലാം ഞാൻ കംപ്ലീറ്റഡ് ആണ്. അപ്പം നിങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഗെയിമിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ തന്നെ. ബൈ ഗൈസ്.